സോനം വാങ്ചുക് ജീനെ സത്യാഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന് ഒരു 20-ഓ 21-ാമത്തെ ദിവസം സ്റ്റേജിൽ നിന്നും അവർ എടുത്തുകൊണ്ട് പോയ രീതി അത് അക്സെപ്റ്റബിൾ അല്ല. ഇന്ത്യ ഒരു ഡെഡ് ബോഡി എടുക്കുന്ന പോലെ ഒരു വെള്ള ഷീറ്റിൽ ഏതോ കുത്തിത്തിരിച്ചു കൊണ്ടുപോകുന്ന ആ വിഷ്വൽ എന്റെ മനസ്സിന് പോകുന്നില്ല. പട്ടിണി സമരം നടത്തി ചാകാൻ തുടങ്ങിയ വാങ്ചുക്കിനെ കോടതിയുടെ ഉത്തരവ് പ്രകാരം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതാണ് രഞ്ജിനി ഹരിദാസിന് സഹിക്കാതെ വന്നത്. കൊണ്ടുപോയ മാർഗം ശരിയായില്ല. വെള്ളത്തുണിയിൽ പൊതിഞ്ഞുകെട്ടി മൃതദേഹം കൊണ്ടുപോകുന്നത് പോലെയാണ് കൊണ്ടുപോയത്. പിന്നെന്താ രഞ്ജിനി, പച്ചോലയിൽ പൊതിഞ്ഞുകെട്ടി ചുടുകാട്ടിലേക്കാണോ കൊണ്ടുപോയത്? ആശുപത്രിയിലേക്കല്ലേ? അപ്പോൾ അയാളുടെ ജീവൻ രക്ഷിച്ചതൊന്നും പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. വെള്ളത്തുണിയിൽ പൊതിഞ്ഞെടുത്ത് കൊണ്ടുപോകുന്നത് സഹിക്കാൻ കഴിയാതെയാണ് രഞ്ജിനി ഹരിദാസ് നേരെ ഡൽഹിക്ക് വണ്ടി പിടിച്ചത്. രഞ്ജിനി അവിടെ ചെന്നതോടെ സമരക്കാർക്ക് ആവേശമായി. അവർ സംസാരിച്ചു തുടങ്ങുമ്പോൾ ജനങ്ങൾ ആകപ്പാടെ ആശങ്കയിലാകും. നവദ്വാരങ്ങളിൽ ഏതിൽ നിന്നാണ് ശബ്ദം പുറപ്പെടുവിക്കുന്നതെന്ന് ഒരാൾക്കും അറിയില്ല. ഒറ്റ കോളുവായിൽ 5000 വാക്കുകൾ വിക്ഷേപിക്കാനുള്ള അസാമാന്യമായ ശക്തിയാണ് രഞ്ജിനി ഹരിദാസിന് ദൈവം കൊടുത്തിട്ടുള്ളത്. രഞ്ജിനി പറയുന്നത് സമരക്കാരുടെ കയ്യിൽ പുഷ്പങ്ങളും പൂമാലയും ഭരണഘടനയും കൊടികളും മാത്രമേ ഉള്ളൂ, അവരെത്ര സമാധാനപരമായിട്ടാണ് സമരം ചെയ്യുന്നതെന്നോ. പക്ഷേ സമരമുഖത്തേക്ക് ലോഡ് കണക്കിന് കല്ലുമായി വന്ന് വളരെ പ്രാകൃതമായ തരത്തിൽ പോലീസിനെ ആക്രമിക്കുന്ന യുവത്വത്തെയാണ് നമ്മൾ കാണുന്നത്. 10ഓ 100ഓ വാഹനങ്ങൾ ഇതിനോടകം സമാധാനമായി സമരം ചെയ്ത് പൂവെറിഞ്ഞ് അവർ തകർത്ത് കളഞ്ഞു. ഇത്ര സമാധാനമായി സമരം നടത്തുകയാണെങ്കിൽ എങ്ങനെയാണ് രഞ്ജിനി ഇത്രയും വാഹനങ്ങൾ തനിയെ തകരുന്നത്? ഒരു സമരഭടൻ വന്ന് പോലീസിൻ്റെ കണ്ണിലേക്ക് പെപ്പർ സ്പ്രേ ചീറ്റിക്കുന്നു. അവനെ പോലീസുകാർ എടുത്തിട്ട് ഇടിക്കുന്നു. ഒരിക്കലും ചെയ്യരുത് അങ്ങനെ. അവർ കണ്ണടച്ച് അവിടെ തന്നെ നിൽക്കണമായിരുന്നു. ജനാധിപത്യ സമരത്തെ അങ്ങനെ വേണം പോലീസ് നേരിടാൻ. ഏതോ BJP അനുഭാവ ചാനലുകാരിയാണെന്ന് തോന്നുന്നു ഒരു യുവതിയെ 100 കണക്കിന് ആളുകൾ വളഞ്ഞിട്ട് മാനഭംഗപ്പെടുത്തുന്നു. ഒരുത്തൻ അവളെ കയറി കെട്ടിപ്പിടിച്ച് പുറത്തേക്ക് തള്ളിക്കളയുന്നു. ആ രംഗം കണ്ട് സമരക്കാർ ആർത്തു വിളിക്കുന്നു. ഞാൻ നാട്ടിൽ പട്ടികൾക്ക് വേണ്ടി സമരം നടത്തിയിട്ടുണ്ട്, അതുകൊണ്ടാണ് പാറ്റകൾക്ക് വേണ്ടി സമരം നടത്താൻ ഇങ്ങോട്ട് വന്നതെന്നാണ് രഞ്ജിനി പറയുന്നത്. ദേശീയ തലത്തിൽ നടക്കുന്ന ഈ സമരത്തിന് പോയി പിന്തുണ കൊടുത്താൽ 10 ആൾ അറിയും. സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ മുടിമുറിച്ച് തലമുണ്ടനം ചെയ്ത് മുട്ടിലിഴഞ്ഞ് പട്ടിണി സമരം നടത്തിയ കുറേ പെണ്ണുങ്ങൾ മാസങ്ങളോളം സമരം ചെയ്തു. റാങ്ക് ഹോൾഡർമാർ ഇതാ മണ്ണുവാരി തിന്നുന്നു. ഈ രഞ്ജിനി ഹരിദാസിൻ്റെ ജനാധിപത്യ ബോധം അവിടെ എങ്ങും കണ്ടില്ല. സമാധാനമായി കരിങ്കൊടി വീശി പാതയോരത്ത് നിന്ന് മുദ്രാവാക്യം വിളിച്ച യൂത്ത് കോൺഗ്രസ്സുകാരെ പിണറായി വിജയൻ്റെ ഗുണ്ടകളും DYFIക്കാരും പോലീസും തല്ലിപ്പെരട്ടി. ഇപ്പോൾ അവതരിച്ചിരിക്കുന്ന ഇവളുമാരൊന്നും ഇതിനെതിരെ പ്രതികരിച്ചു കണ്ടില്ല. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പേവിഷബാധയ്ക്കെതിരെ കുത്തിവെപ്പെടുത്തിട്ടും എത്രയോ മനുഷ്യരാണ് ഇവിടെ മരിച്ചു വീണത്. എന്നിട്ടും പട്ടികൾക്ക് വേണ്ടിയായിരുന്നു രഞ്ജിനി ഹരിദാസ് സമരം നടത്തിയത്. രഞ്ജിനി ഇപ്പോഴും നായപ്രേമി സംഘത്തിൻ്റെ നായകസ്ഥാനത്തുണ്ട്. സമൂഹത്തിൻ്റെ പൊതുനന്മയ്ക്കും സമാധാനത്തിനും എതിരായി ചിന്തിക്കുക, പ്രവർത്തിക്കുക, ഇതാണ് ഇതുപോലെയുള്ള അരാജകവാദികളായ സെലിബ്രിറ്റികളുടെ പ്രധാന പരിപാടി. 10-20 കുട്ടികൾ പരീക്ഷയിൽ തോറ്റ് മനംനൊന്ത് ആത്മഹത്യ ചെയ്തതിൻ്റെ ദുഃഖം കൊണ്ടാണോ ഈ സമരമുഖം ഇത്ര വികൃതമായി മാറിയത്? കേരളത്തിൽ ഏതെങ്കിലും വിഷയം മുൻനിർത്തി സമരം ചെയ്താൽ രഞ്ജിനി ഹരിദാസിന് ലോകശ്രദ്ധ പിടിച്ചു പറ്റാൻ കഴിയില്ല. ഒരു സാമൂഹ്യ വിഷയത്തിലും ഇന്നുവരെ പ്രതികരിക്കാതിരുന്ന മോഹൻലാലിൻ്റെ പുത്രി വരെ വിസ്മയകരമായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയാണ്. ഇത്രയും ജനാധിപത്യ ബോധവും നിയമത്തെ ആദരവുമുള്ള മോഹൻലാലിൻ്റെ മകളോട് ചോദിക്കട്ടെ, എന്തിനാണ് അച്ഛ അനധികൃതമായി നമ്മൾ 5 ആനക്കൊമ്പുകൾ സൂക്ഷിക്കുന്നത്? അച്ഛന് പല്ലിൻ്റെ ഇടകുത്താനുള്ള 1 വെച്ചിട്ട് ബാക്കി സർക്കാരിന് തിരിച്ചു കൊടുത്തുകൂടെ? എന്താ മോൾ അത് ചോദിക്കാത്തത്? ഇവിടെ PSCയിലെ കൊടിയ അഴിമതി എത്രയോ യുവാക്കളുടെ ഭാവിയാണ് നശിപ്പിച്ചത്. നഴ്സുമാരുടെ സമരം എത്രയോ കാലമായി നടക്കുന്നു. ആശാവർക്കർമാർ സമരം ചെയ്തു, അതൊന്നും മോഹൻലാലിൻ്റെ മോള് കണ്ടില്ല. ചുംബന സമരത്തിനും ആർത്തവ ഫെസ്റ്റിനും ബീഫ് ഫെസ്റ്റിനും തെരുവുകളെ ആയുധമാക്കിയ ഒരു അരാജക പ്രസ്ഥാനമാണ് CPM. അവർക്ക് ഇത്തരം വലിയ പ്രക്ഷോഭങ്ങളെ ഏറ്റെടുക്കേണ്ടി വരും. ബേബി സാർ തലസ്ഥാനത്ത് തമ്പടിച്ചു കിടന്ന പാറ്റാ സമരത്തിന് പിന്തുണ നൽകുകയാണ്. ഇവിടെ പിണറായി വിജയൻ കാണിച്ചു കൂട്ടിയ തെമ്മാടിത്തരങ്ങൾക്കൊന്നും ഒരു വാ അനക്കാത്ത പുള്ളിയാണ്. ലുട്ടാപ്പിയും കുട്ടൂസനും മുണ്ടും മടക്കിക്കൊത്തി എന്തൊക്കെ ഷോകളാണ് അവിടെ കാണിച്ചു കൂട്ടുന്നത്. K രാധാകൃഷ്ണനും ആവശ്യത്തിന് പോലീസിൻ്റെ തള്ളു കിട്ടി. ഐ വിൽ ഷോ യു എന്നൊക്കെ ബേബി സാർ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. പിണറായി വിജയൻ്റെ സർക്കാർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ എത്ര ജനാധിപത്യപരമായ രീതിയിലാണ് സമരങ്ങളെ നേരിട്ടത്. മഴ നനയാതിരിക്കാനും വെയിൽ കൊള്ളാതിരിക്കാനും സമരക്കാർ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഒരു പന്തൽ കെട്ടിയത് പോലീസ് എത്രയോ തവണ തല്ലിപ്പൊളിച്ചു. ഇവിടുത്തെ സാംസ്കാരിക നായരിൽ എത്ര പേർ അന്ന് വായ ഒന്ന് പൊളിച്ചു?
എത്ര സിനിമാ താരങ്ങൾ ആ സമരത്തിന് പിന്തുണ നൽകി. ആ അടിച്ചമർത്തൽ സമരം ഒന്നും ടൊവിനോ കണ്ടില്ല. ഇതിൽ മനസ്സിലാകാത്ത ഒരു കാര്യം, ഇത്രയും നാളായിട്ടും ഈ സമരത്തെ ഏറ്റെടുക്കാനോ വേണ്ട രീതിയിൽ പാർലമെൻറ്റിനകത്തും പുറത്തും പ്രതിഷേധിക്കാനും എന്തുകൊണ്ടാണ് കോൺഗ്രസിന് കഴിയാതെ പോയത്? എന്തിനാണ് ഈ മിന്നൽ സമരത്തിന് അവർ ഇറങ്ങിത്തിരിച്ചത്? ആയിരക്കണക്കിന് ചെറുപ്പക്കാർ കൂടിയിട്ടുണ്ട്. അവരെ നമ്മൾ കണ്ടില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ദോഷം ചെയ്യുമെന്നൊരു ചിന്തയായിരിക്കാം ഇതിന് അവരെ പ്രേരിപ്പിച്ചത്. ആദ്യമൊക്കെ സമരത്തിന് പിന്തുണ നൽകാതെ കാഴ്ചക്കാരായി മാറി നിന്ന കോൺഗ്രസിനെ ഘടകകക്ഷികൾ പറഞ്ഞ് പ്രേരിപ്പിക്കുകയായിരുന്നു. നാളെ എൻ്റെ 83ാം പിറന്നാളാണ്, വന്നാൽ കോഴിയിറച്ചി കൂട്ടിയ ഒരു ഊണും കേക്ക് മുറിച്ചൊരു കാപ്പിയും തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഖാർഗേജി തൻ്റെ വീട്ടിലേക്ക് MP-മാരെയും മുഖ്യമന്ത്രിമാരെയും വിളിക്കുന്നു. ഇവിടെ 100 കൂട്ടം പണിയുണ്ടായിട്ടും പാവം സതീശൻ അത് കേട്ട് ഓടിച്ചെന്നു. കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറും സകല MP-മാരും ഖാർഗെയുടെ വസതിയിൽ ഒത്തുകൂടി. അവിടെ രാഹുലും പ്രിയങ്കയും ഉണ്ടായിരുന്നു. ഊണ് കഴിഞ്ഞപ്പോൾ ഖാർഗേജി പറഞ്ഞു, നമുക്കൊരു മിന്നൽ സമരം നടത്താം പ്രധാനമന്ത്രിയുടെ വസതിയുടെ മുമ്പിൽ. അങ്ങനെ ഞൊടിയിടയിൽ MP-മാരും രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിലേക്ക് മിന്നൽ വേഗത്തിൽ പാഞ്ഞു ചെന്നു. ഇങ്ങനൊരു സമരം നടക്കുന്നുണ്ടെന്ന് പോലീസ് അറിഞ്ഞത് സമൂഹ മാധ്യമത്തിലൂടെയാണ്. അവർ ഒരിക്കലും MP-മാരുടെ ഭാഗത്തു നിന്നും ഇങ്ങനൊരു അതിക്രമം ഉണ്ടാകുമെന്ന് ചിന്തിച്ചു കാണില്ല. മോദി സർക്കാർ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങളെ ന്യായീകരിക്കുകയല്ല ഇവിടെ. ഭരണഘടനാപരമായ പദവി വഹിക്കുന്നവർ ഇങ്ങനെ പ്രധാനമന്ത്രിയുടെ വീടിന് മുമ്പിലേക്ക് സമരം നയിച്ചു പോകുന്നത് മിന്നൽ വേഗത്തിലാണോ? സത്യത്തിൽ കോൺഗ്രസ് കാണിച്ചത് അങ്ങേയറ്റത്തെ വിവരക്കേടാണ്. കഴിഞ്ഞ 12 കൊല്ലം കൊണ്ട് മോദി സർക്കാർ ഇവിടെ ഭരിക്കുന്നത് ജനവിരുദ്ധമായ പല കാര്യങ്ങളും കാണിച്ചുകൊണ്ടാണ്. അന്നൊന്നും കോൺഗ്രസിന് തോന്നാത്ത ഈ മിന്നൽ സമര രീതി പെട്ടെന്ന് ഏത് തലയിലാണ് ഉദിച്ചത്? മുന്നറിയിപ്പ് കൊടുക്കാതെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനം ഇങ്ങനൊരു അതിക്രമ സമരത്തിന് പുറപ്പെടുന്നത് ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്ന രീതി തന്നെയല്ലേ? വിവരമറിഞ്ഞ് പോലീസും മാധ്യമപ്രവർത്തകരും എത്തിയപ്പോഴേക്കും സ്ഥിതിഗതികൾ കൈവിട്ടു പോകുന്ന അവസ്ഥ. മുന്നറിയിപ്പില്ലാതെ നടത്തുന്ന സമരത്തെ മുഷ്കുകൊണ്ട് തന്നെ നേരിടണം എന്നതാണ് ന്യായം. അവർ രാഹുൽ ഗാന്ധിയെ നിലത്തിട്ട് ചവിട്ടി തൂക്കിയെടുത്തു. മൂക്ക് പൊട്ടി ചോര വന്നു. രാഷ്ട്രസേവനത്തിൻ്റെ ഭാഗമായി KC വേണുഗോപാലും ആവുന്നത്ര തൊഴികൾ ഏറ്റുവാങ്ങി. മോഹാലസ്യപ്പെട്ട് വെള്ളം കുടിച്ചു. പ്രിയങ്ക ഗാന്ധിയെ പോലീസുകാർ പൊക്കിയെടുത്ത് ജീപ്പിലേക്ക് എറിഞ്ഞു. ശിവകുമാറിനെ തൂക്കിയെടുത്തു. അധികം അതിക്രമത്തിനും മുദ്രാവാക്യത്തിനും പോകാതെ പമ്മി പതുങ്ങിയിരുന്ന VD സതീശന് മാത്രം തൊഴി കൊണ്ടില്ല. പിന്നെന്താ, മുഖ്യമന്ത്രി പോയി തൊഴി കൊണ്ടിട്ട് വരണോ? ഒരർത്ഥത്തിൽ ഭരണഘടനാപരമായ വലിയ പദവി നിർവഹിക്കുന്ന 2 മുഖ്യമന്ത്രിമാരെ ഈ സമരമുഖത്തേക്ക് വിളിച്ചു വരുത്തിയത് എന്തൊരു കോമാളിത്തരമായി പോയി ഖാർഗേജി. അതും പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ സമരം ചെയ്യാൻ. മൃഗയാ സിനിമയിൽ രാത്രി പന്തം കൊളുത്തി പാട്ട കൊട്ടി പുലിയെ പിടിക്കാൻ വേട്ടക്കാരുടെ സംഘം പോകുന്നുണ്ട്. ഓരോ ദിക്കിൽ നിന്നും ഇടത് MP-മാർ ഇതുപോലെ വരികയാണ്. 5ഓ 6ഓ പേരെ ഉള്ളെങ്കിലും അവരുടെ സമരവീര്യം കാണേണ്ടതാണ്. പോലീസിന്റെ തല്ലുകൊള്ളാത്ത പരുവത്തിന് വളരെ പമ്മി പതുങ്ങി ഏത് ദിക്കിൽ നിന്നും അവർ പ്രവേശിക്കും. കണ്ടാൽ നമുക്ക് തോന്നും അവരാണ് ഈ സമരത്തിന്റെ നായകരെന്ന്. മറ്റൊരിടത്തൊരു പാട്ട് സംഘത്തിനൊപ്പം ശ്രീമതി നിൽക്കുന്നു. ഇംഗ്ലീഷ് അല്ലാതെ ഹിന്ദി അറിയാത്തത് കൊണ്ട് ശ്രീമതിക്ക് ആ മുദ്രാവാക്യങ്ങൾ ഏറ്റുവിളിക്കാൻ കഴിയുന്നില്ല. പക്ഷെ താളത്തിനൊപ്പിച്ച് കൈ പൊക്കുന്നുണ്ട്. ശ്രീമതിയുടെ ആ സാന്നിധ്യത്തിൽ എന്തൊരു സുരക്ഷിതത്വ ബോധമാണെന്നോ ആ കുട്ടികൾ അനുഭവിക്കുന്നത്. ബ്രിട്ടാസ് ആണെങ്കിൽ പോലീസിനെ ഭീഷണിപ്പെടുത്തുന്നതും ബസ്സിൽ നിന്നും സമരക്കാരെ വലിച്ചിറക്കുന്നതുമൊക്കെ കാണാം. രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും വരെ തല്ലിയൊതുക്കി വണ്ടിക്കകത്തേക്ക് എടുത്തെറിഞ്ഞ പോലീസാണത്. ബ്രിട്ടാസ് കരുതുന്നത് അദ്ദേഹത്തിൻ്റെ വൈഭവം കൊണ്ടാണ് തല്ല് കിട്ടാത്തത് എന്നാണ്. എന്തോ ഒരു പാവം ആ പോലീസുകാർക്ക് തോന്നിയത് കൊണ്ട് മാത്രം അവർ ലാത്തിക്ക് കുമിറ്റിയില്ല. മാത്രമല്ല, റഹീമും ബ്രിട്ടാസുമൊക്കെ പാർലമെൻറ്റിലെ അവസാന ദിനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇത് കാലഹരണപ്പെട്ട ഒരു പ്രസ്ഥാനമാണെന്നും അന്യം നിന്നു പോകുന്ന ഒരു ആഭാസ സംഘടനയാണെന്നും ആ പോലീസുകാർക്കും അറിയാം. ഭാഗ്യത്തിന് റഹീമിക്ക ഹിന്ദിയും ഇംഗ്ലീഷും പറയുന്നില്ല, അല്ലെങ്കിൽ സമരക്കാർ അപ്പോൾ തന്നെ പിരിഞ്ഞു പോകുമായിരുന്നു. ഇനി മറ്റൊരു സംശയമുള്ളത് ഈ നീറ്റ് പരീക്ഷാ ക്രമക്കേടും ഇസ്ലാമും തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ്. വയനാട്ടിൽ നിന്നും സമരാവേശത്താൽ വണ്ടി കയറിയ ഒരു പൗരൻ അവിടെ ചെന്ന് പറയുന്നത് ഇസ്ലാമിൽ പറയുന്നുണ്ടത്രേ ലോകാവസാനത്തെ പറ്റി. CJPയെ ഞാൻ പേഴ്സണലി കാണുന്നത് ഒരു ലോകാവസാനത്തിന്റെ അടയാളം ഇസ്ലാമിൽ 6ാമത്തെയോ 7ാമത്തെയോ ദാബത്തുൽ അർള് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റിനെ പറ്റി ഡിസ്കസ്. അപ്പോൾ ഈ ലോകം അവസാനിപ്പിക്കാനുള്ള പണിയാണല്ലേ അത് പണ. മറ്റൊരു സംശയമുള്ളത് നീറ്റ് പരീക്ഷാ ക്രമക്കേടും കാശ്മീരിൻ്റെ പ്രത്യേക പദവിയും തമ്മിൽ എന്താണ് ബന്ധമെന്നാണ്. ആർട്ടിക്കിൾ 370-നെതിരെയാണ് ചിലരുടെ പ്രസംഗങ്ങൾ.
നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ ആത്മഹത്യയാണോ ഇത്രയും ജനങ്ങളെ തെരുവിലിറങ്ങാൻ പ്രേരിപ്പിച്ചത്? മാസങ്ങൾ നീണ്ടുനിന്ന കർഷക സമരം നടന്നിട്ട് മോദി വായനക്കിയില്ല. കോൺഗ്രസിനോട് ചോദിക്കാനുള്ളത് ഒന്നേയുള്ളൂ. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് വലിയ പ്രക്ഷോഭങ്ങൾ നടത്താൻ നിങ്ങൾക്ക് കഴകത്തില്ലാതെ പോയത് എന്തുകൊണ്ടാണ്? പാർലമെന്റിൽ ഇത്രയും എംപിമാരുണ്ടായിട്ടും നിങ്ങൾ ചങ്കിൽ കൊള്ളുന്ന തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ ഒന്നും നടത്തിയില്ല. നിങ്ങളുടെ കഴകത്തുകേട് കൊണ്ടാണ് ഇങ്ങനെ പാറ്റകളും പുഴുക്കളും അരാജക സമരവുമായി ഇറങ്ങി പുറപ്പെടുന്നത്. തെരുവിൽ അവർ നടത്തുന്ന സമരം ഒരു കൊള്ളിവെപ്പിലേക്കും കൊലപാതക പരമ്പരയിലേക്കും പോയാൽ അതിൻ്റെ ഉത്തരവാദിത്തം കോൺഗ്രസ് ഏറ്റെടുക്കുമോ? ഈ സമരത്തിൽ നുഴഞ്ഞു കയറിയിരിക്കുന്നത് വിദ്യാർത്ഥികൾ മാത്രമാണോ? ഏതെല്ലാം തരത്തിലുള്ള വിധ്വംസക പ്രവർത്തകരും ഇതിനിടയിൽ ഉണ്ടാകും. സമരത്തിനിടയിൽ കണ്ട ഒന്ന്, പോലീസുകാരല്ലാത്ത ചില യുവാക്കൾ പോലീസിൻ്റെ ഹെൽമെറ്റും വെച്ച് സമരക്കാരെ ലാത്തി കൊണ്ടടിക്കുന്ന കാഴ്ചകളാണ്. ഇടതുപക്ഷവും സമരക്കാരും പറയുന്നത് RSSകാരാണ് അതെന്നാണ്. എന്നാലും ആ കാഴ്ച ശരിക്കും അങ്ങ് രസിച്ചു. അതിനൊരു കാരണമുണ്ട്. മോദിജിക്ക് വേണ്ടി ഇറങ്ങി ഒരു രക്ഷാപ്രവർത്തനം നടത്താനുള്ള അവകാശം അവർക്കില്ലേ സഖാക്കളെ? പിണറായി വിജയൻ പിടിച്ചുപറിയുമായി ഇവിടെ ഭരിച്ചു നടന്ന കാലത്ത് DYFIക്കാരെ തൻ്റെ ഗുണ്ടകളെപ്പോലെ അഴിഞ്ഞാടാൻ വിട്ട് സമരക്കാരെ തല്ലിയൊതുക്കിയതും അത് രക്ഷാപ്രവർത്തനമാണ് എന്ന് ഉളുപ്പില്ലാതെ ആവർത്തിച്ചു പറഞ്ഞതും നമ്മൾ കണ്ടതാണ്. കേരളത്തിൽ DYFIക്കാർക്ക് സമരക്കാർക്ക് നേരെ രക്ഷാപ്രവർത്തനമാകാമെങ്കിൽ RSSകാർക്ക് മോദിക്ക് വേണ്ടിയുമാകാം. എന്തായാലും തെരുവിൽ അക്രമസമരം നടത്തിയും വാഹനങ്ങൾ തല്ലിത്തകർത്തും കല്ലെറിഞ്ഞും പോലീസുകാരെ ആക്രമിച്ചും ഭാവി ഭാസുരമാക്കുന്ന യുവത്വത്തെ ഓർക്ക് നമുക്ക് അഭിമാനിക്കാം. എന്തൊക്കെ പറഞ്ഞാലും കോൺഗ്രസിൻ്റെ ഈ സമരത്തിൽ ഖാർഗേജിയാണ് താരം. പിറന്നാൾ കേക്ക് നീട്ടി എംപിമാരെ വിളിച്ചു വരുത്തി ഞെട്ടിച്ച ആ മനുഷ്യൻ നിസാരക്കാരനല്ല. അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ മേലനങ്ങി ഒരു സമരവും നടത്തില്ലെന്ന് ഖാർഗേജിക്ക് അറിയാം. പാരമ്പര്യ വിധിപ്രകാരം എംപിമാരാകുന്നവരാണ് ഇവിടെ നിന്നും പോയ മുക്കാൽ പങ്ക് ആളുകളും. പാറ്റകളും ഇപ്പോൾ പുച്ഛിക്കുകയാണ് കോൺഗ്രസിനെ. നിങ്ങൾ വന്നില്ലെങ്കിലും ഞങ്ങൾക്കൊരു ചുക്കുമില്ല എന്നാണ് അവർ പറയുന്നത്. വലിഞ്ഞു കയറിച്ചെന്ന് പിന്തുണയെടുത്ത കോൺഗ്രസിനോട് അവർക്ക് പുച്ഛമാണ്. കോൺഗ്രസ് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ സമരം നടത്തിയതിൽ പ്രതിഷേധിച്ച് കേരളത്തിലും ഒരു സമരം കണ്ടു. KPCC ആസ്ഥാനത്തേക്ക് BJP സമരം നയിച്ചു. ജീവിതത്തിൽ ആദ്യമായി രാജീവ് ചന്ദ്രശേഖർ എന്ന നേതാവ് ജലപീരങ്കിക്ക് മുമ്പിൽ നിന്ന് നനഞ്ഞു കുളിച്ചു. ജലപീരങ്കിയുടെ മുമ്പിൽ നിന്ന് മാധ്യമപ്രവർത്തകർക്ക് ബൈറ്റ് കൊടുത്ത ഈ നേതാവിന് സമരമുഖങ്ങൾ പരിചിതമല്ല. നാളെ എനിക്ക് മേല് ചൊറിഞ്ഞു എന്ന് പറഞ്ഞ് പരാതിയുമായി വരരുത്. ഇപ്പോൾ ഡൽഹിയിൽ സംഭവിക്കുന്ന മറ്റൊന്നുണ്ട്. ഈ സമരമുഖത്തിനടുത്ത് തന്നെ നൂറുകണക്കിന് ആളുകൾ ഒത്തുകൂടി രാമനാമം ജപിക്കുകയാണ്. രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും സംഘപരിവാറുകാർ ഡൽഹി കാണാനായി പുറപ്പെടുന്നതായും വാർത്തയുണ്ട്. എങ്കിൽ സംഗതി കുശാലാകും.